സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂട്ടുകറിയാണ്. തലേ ദിവസം കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കുക. ഇതൊരു 5 വിസിൽ വരുമ്പോൾ വെന്ത് കിട്ടും. വാഴക്കായും ചേനയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കായയുടെ കൂടെ 2 പച്ചമുളകും ശകലം വെള്ളവും ഒഴിക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇതൊരു 1/4 ഭാഗം വെന്ത് കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ചേന ഞാൻ കുക്കറിലാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഈ ചേനയും ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് ഒരു 2 നിമിഷം ഇതെല്ലാം ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയത്ത് ഒരു 1/4 മുറി തേങ്ങ തിരുവിയതും 1/2 സ്പൂൺ ജീരകവും ചേർത്ത് ചതച്ചെടുക്കുക. ഈ അരപ്പ് ഈ കൂട്ടിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കുക. ഒരു ചീനിച്ചട്ടിയിൽ ഒരു 2 സ്പൂൺ തേങ്ങ എണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ കടുക്, 1/4 സ്പൂൺ ജീരകം, ഉണക്കമുളക് 2 കട്ട് ചെയ്തതും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ഒരു 1/4 മുറി തേങ്ങയും കൂടെ തിരുവിയതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇടുക. നല്ലതുപോലെ വറക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഗോൾഡൻ നിറം വരുന്നിടം വരേക്ക് ഇത് വറക്കണം. ഗോൾഡൻ നിറം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ചില്ലി പൗഡറും ഒരു ചെറിയ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നിടം വരേക്ക് ഇളക്കണം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഈ കൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഈ മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ തേങ്ങ വറുത്തതിൻ്റെ ഒരു നല്ല വാസന വരും. ആ വാസന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇതെല്ലാവരും ട്രൈ ചെയ്യുക.